കാസർഗോഡ് മഞ്ചേശ്വരത്ത് ദുർമന്ത്രവാദിയെ നാട്ടുകാർ പിടികൂടി. തലപ്പാടിയിൽ ലത്തീഫിനെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയത്. അടച്ചിട്ട ഇരുട്ടുമുറിയിൽ പൂജയെന്ന പേരിൽ തട്ടിപ്പുകൾ നടത്തിയിരുന്ന ലത്തീഫ് നാട്ടുകാരെ കബളിപ്പിച്ച് ലക്ഷങ്ങളാണ് തട്ടിയെടുത്തതെന്നും റിപ്പോർട്ടുണ്ട്. മഞ്ചേശ്വരം തലപ്പാടി കണ്ണുതീർത്ത റോഡിൽ കാടവള്ളിയിൽ വാടക വീട് കേന്ദ്രീകരിച്ചായിരുന്നു ലത്തീഫ തട്ടിപ്പുകൾ നടത്തിയിരുന്നത്. ആഗ്രഹിക്കുന്നതെന്തും നടത്തിത്തരുമെന്നായിരുന്നു ലത്തീഫ നാട്ടുകാർക്കും ഇരകൾക്കും നൽകിയിരുന്ന സുപ്രധാന വാഗ്ദാനം. കേരള കർണാടക അതിർത്തിയിലെ നിരവധി സാധാരണക്കാരാണ് ലത്തീഫിന്റെ തട്ടിപ്പിന് ഇരകളായത്. 5001 രൂപ, ഉഗ്രപ്രതാപിയായ ഒരു കോഴി, 22 ചെറുനാരങ്ങ, 100 ഗ്രാം കുങ്കുമപ്പൊടി എന്നിവയാണ് ലത്തീഫിന്റെ പൂജയുടെ ഫലം നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളെന്ന് തട്ടിപ്പിന് ഇരയായവർ പറയുന്നു. അടച്ചിട്ട ഇരുട്ടുമുറിയിലാണ് ഇയാൾ പൂജകൾ നടത്തിയിരുന്നത്. പ്രവാസി ഭർത്താവുള്ള സ്ത്രീകളാണ് ലത്തീഫിന്റെ മന്ത്രത്തിലും ഇരുട്ടുമുറിയിലെ പൂജകളിലും കൂടുതൽ വിശ്വാസം അർപ്പിച്ചിരുന്നത്. മരിച്ചുപോയ അച്ഛനെ പുനർജീവിപ്പിക്കാമെന്നും നിധി കാട്ടിത്തരാമെന്നും പറഞ്ഞ യുക്തിസമ്പന്നനായ യുവാവിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചതാണ് ലത്തീഫ് സ്വാമിക്ക് തിരിച്ചടിയായത്. നിനക്കെല്ലാം സുഖമല്ല, ചെയ്തു തരാം, നീ നാളെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ കാര്യം പറഞ്ഞോളി. അപ്പോൾ നിൻ്റെ ഉപ്പൊക്കെ എന്ത് പറഞ്ഞു? ഞാൻ ഉപ്പ വീട്ടിൽ തന്നെ ഉള്ളതെന്ന്. എൻ്റെ ഉപ്പ യഥാർത്ഥം മരിച്ചിട്ട് 13 കൊല്ലമായി ഉപ്പ മരിച്ചിട്ട്. അയാൾ പറഞ്ഞ് നിൻ്റെ ഉപ്പക്ക് 100 ആയുസ് ഇതുണ്ട്, പിന്നെ നിൻ്റെ ഉപ്പക്ക് നല്ലൊരു കറാമത്തുണ്ട്, പിന്നെ നിനക്കെല്ലാം നല്ല ജോലി തരും, പിന്നെ നാളെ ഉച്ചക്ക് 5001 റുപ്യ കൊണ്ടുവരണം, ഇവിടെ പൂജ നടക്കുന്നുണ്ട്. മഞ്ചേശ്വരം പോലീസിനെ കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിച്ച നാട്ടുകാർ ഇയാളെ പിടികൂടി പോലീസിന് കൈമാറി. ജില്ലയിൽ പല ഒളിവിലും തിരിവിലും ലത്തീഫ് സ്വാമിമാർ മറഞ്ഞിരിപ്പുണ്ടെന്നും അവരെയെല്ലാം തുറുങ്കിലടയ്ക്കാൻ നാട്ടുകാരുടെ സഹായം വേണമെന്നും മഞ്ചേശ്വരം പോലീസ് പറഞ്ഞു. KV ബൈജു, റിപ്പോർട്ടർ, കാസർഗോഡ്.